ഞാൻ പറയുന്നു, ഭാവി കണ്ടുകൊണ്ട് ഇന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പഴയ കാലത്ത് ഹിന്ദി ഭാഷ പഠിക്കണമെങ്കിൽ ബാംഗ്ലൂരോ മൈസൂരോ പോകുന്ന ആൾക്ക് ഹിന്ദി ഭാഷ പഠിച്ചാൽ മതിയിരുന്നു. പോരെ പോരെ മതി. ഇന്നോ ഒരു മുടി വെട്ടണമെങ്കിൽ കുടുങ്ങി, ഏതോ ആസാമിയോ നേപ്പാളിയോ ഇരിപ്പാളിയോ വന്നിട്ടാ മുടി വെട്ടുക. അവനോട് കുച്ച് തോടാന്ന് ഇറങ്ങാൻ നല്ല മുടി ഒന്നായിട്ട് പോയിട്ടുണ്ടാവും. മതി കുറച്ചെന്നേക്ക് പറഞ്ഞ കുറച്ച് അവസാനം കുറച്ചായിട്ടുണ്ടാവും. മനസ്സിലായില്ല അല്ലേ? പഴയ കാലത്ത് ഭാഷ പഠിക്കുന്നെങ്കിൽ പുറത്തു പോകുമ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ പഠിച്ചാൽ മതിയായിരുന്നു. ഇന്നത് പോരാ, ഇന്ന് ചൈനീസ് പഠിക്കണ്ടേ? കാരണം ബിസിനസ് നടക്കുന്നത് ചൈനയിൽ നിന്നാണല്ലോ. അതുപോലെയുള്ള ഭാഷകൾ പഠിക്കണം. കാലങ്ങൾ മാറി. ഒരു 10 വർഷം മുമ്പ് കറക്കി വിളിക്കുന്ന ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നെക്കി വിളിക്കുന്ന ഫോണാ, ഇപ്പൊ തോണ്ടി വിളിക്കുന്ന ഫോണാ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഊതി വിളിക്കും. ഹലോ കബീറാണോ ജുനീദാണോ എന്ന് ചോദിക്കും അല്ലേ? ടെക്നോളജി മാറി, ലോകം മാറുകയാണ്, അതിവേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് എന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ചെന്നാൽ എന്റെ വീടിന്റെ ഡോറ് തുറന്നാൽ 4-5 വീട്ടുകാരിങ്ങനെ കേൾക്കും. ഭയങ്കര സൗണ്ടായിരുന്നു. കണ്ടില്ലേ? പഴയ ഡോറ് കണ്ടില്ലേ? ഇന്നോ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ മല്ല തുറന്നാൽ ചെറിയ സൗണ്ട്, വീട്ടിലുള്ള ആൾക്കാർ കേൾക്കും. ഇന്ന് ഞാൻ ഡോറിന്റെ മുമ്പിൽ അങ്ങ് നിന്നാൽ മതി, താനേ തുറന്നു വരും. ശരിയല്ലേ? ടെക്നോളജി മാറി. ഇന്ന് ഫാൻ കറങ്ങണമെങ്കിൽ ഈ ഫാൻ ഇട്ടുകയാണെങ്കിൽ ഇത് ഈ സാനപ്പിന്റെ കാലത്തുള്ള ഫാൻ ഇട്ടാൻ തോന്നുന്നു. അമ്മാതിരി പഴയ ഫാനാ. ഈ ഫാൻ ഇട്ടാ പിന്നെ നമ്മൾ തന്നെ കറക്കാൻ നിൽക്കണം വേണ്ടേ? കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. വലിക്കുന്ന ഫാനില്ലേ? ഇനി ഫാൻ മാറി. ഏതാ ഫാന്? ഞാൻ അങ്ങ് നിന്നാ മതി, നിൽക്കുന്ന ഭാഗത്തേക്ക് കറങ്ങും. ഞാൻ ഇങ്ങോട്ട് ചലിച്ചാൽ ഈ ഭാഗത്തേക്ക് കറങ്ങും. നിങ്ങളൊന്നും ചെയ്യണ്ട, ടെക്നോളജി മാറി. അമേരിക്കയിലുള്ള ഡോക്ടർക്ക്, സ്ഥലത്തിന്റെ പേരെന്താ? ഒളവണ്ണ രോഗിയെ ചികിത്സിക്കാൻ കഴിയും. പഴയ കാലത്ത് ഉമ്മയോട് ഉമ്മ തക്കാളി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉമ്മ എന്ത് ചെയ്യുന്ന, അടുക്കളയിൽ പോയിട്ട് തട്ടൊക്കെ പരിശോധിച്ചിട്ട് ഒരു 3 തക്കാളി കൂടി ഉണ്ടെന്ന് പറയും. ഇന്ന് ടൊമാറ്റോ ഒരു 2 കായ് കൂടി ഉണ്ടെന്ന് പറയും. മനസ്സിലായില്ല? പണ്ടൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഷീറ്റ് കൊടുത്താൽ മതി. അവരെന്ത് ചെയ്യുന്ന, അവരുടെ ആ അലമാര മുഴുവൻ തപ്പി നോക്കിയിട്ട് ഇങ്ങനെ നോക്കും, പാരസെറ്റാമോൾ ഉണ്ട്. ഇന്ന് അടിച്ചു നോക്കും പാരസെറ്റമോൾ ഉണ്ടെന്ന്. അതും മാറി. യന്ത്രത്തിന്റെ മുകളിൽ നിങ്ങൾ ഷീറ്റ് വെച്ചാൽ മതി, അത് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി മരുന്ന് കൊണ്ടു തരും. മനസ്സിലാകുന്നുണ്ടാ? അതിവേഗത. പഴയ കാലത്ത് മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ കുട്ടികളുടെ ഫേസ് ബുക്കിലേ ഉണ്ടായിരുന്നത്. ഇന്ന് കുട്ടികൾ ഒന്നായിട്ട് ഫേസ്ബുക്കിലാണുള്ളത്. ശരിയല്ലേ? ആണോ? അല്ലേ? അല്ലെ ഓർക്കൂട്ടില്ല? വാട്സപ്പിലോ? ഏതിലാ ഉള്ളത്? വാട്സപ്പല്ലേ? ഫേസ്ബുക്ക് പോയോ? അതും ഉണ്ടല്ലേ? ഓക്കെ, നല്ലതാണ്. ഏതാവട്ടെ, ഇതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ജീവിച്ചൊരു കാലഘട്ടം, ഒരു 1950 ജനിച്ച ആൾക്ക് ഇന്ന് എത്ര വയസ്സുണ്ട്? 63 വയസ്സ്. അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുമല്ലേ? പ്രയാസല്ലേ? എങ്കിൽ ഇന്നുള്ള ആൾക്ക് ഒരു 2050 ആകുമ്പോൾ ഉണ്ടാവുന്ന വിപ്ലവം എന്തായിരിക്കും? ടെക്നോളജിയും അതിന്റെ വേഗതയും വർദ്ധിച്ചുകൊണ്ട് അതിവേഗതയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ, അതിനാണ് ഞാൻ ഒരു പിക്ചർ ആദ്യം കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്താ കാണുന്നത്? കടുവയും? നിങ്ങൾ അതേ കാണും. നിങ്ങളുടെ കാഴ്ച പോകണം മക്കളെ, കാഴ്ച പോകണം. കണ്ണുണ്ടായ പോലെ കാണാൻ പഠിക്കണം. ഞാൻ പറയാം, പുല്ലുക നിങ്ങൾ കാണും. ഞാൻ ഒന്ന് പറയാം, ഒരു സസ്യബുക്കിനെയും ഒരു മാംസബുക്കിനെയും ഞാൻ കാണുന്നുണ്ട്. ശരിയല്ലേ? എന്നാ ഇനി നിങ്ങൾ എന്താ കാണുന്നത്? പറഞ്ഞോളൂ. എങ്ങനെ? വേഗത കൂടിയ ഒന്നിനെയും വേഗത കുറഞ്ഞ ഒന്നിനെയും. ശരി. കൊമ്പ് ആർക്ക്? ഓക്കെ. ഒന്നിന് കൊമ്പുണ്ട്, ഒന്നിന് കൊമ്പില്ല. ശരിയാണ്. പിന്നെ എങ്ങനെ? ഒന്നിന് കൂർത്ത പല്ലുണ്ട്, ഒന്നിന് കൂർത്ത പല്ല് കാണുന്നില്ല. ശരിയല്ലേ? ഇനി ഒന്ന് കിടക്കുകയാണ്, ഒന്ന് നിൽക്കുകയാണ്. ഓരോരുത്തർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് നാവുണ്ട്, ഒന്ന് വായ തുറന്നിരിക്കുകയാണ്, ഒന്ന് വായ തുറക്കാതിരിക്കുകയാണ്. ഒന്നിന് വരയുണ്ട്, ഒന്നിന് വരയില്ല. പിന്നെ എങ്ങനെ? ഒന്ന്
നഖമുണ്ട്, ഒന്നിന് നഖം ഇല്ല. എന്നാൽ നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, ഏതൊരു കാട്ടിൽ കടുവ നേരം പുലരുമ്പോൾ കടുവ ചിന്തിക്കുന്നത് ഞാൻ അതിവേഗതയിൽ ഓടിയിട്ടില്ലെങ്കിൽ എനിക്കുള്ള ഇരയാകുന്ന മാനിനെ ലഭിക്കില്ല എന്നാണ്. ഏതോ കാട്ടിൽ മാൻ നേരം പുലരുമ്പോൾ മാൻ ചിന്തിക്കുന്നത് ഞാൻ അതിവേഗതയിൽ ഓടിയിട്ടില്ലെങ്കിൽ എന്റെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ്. ഇത് രണ്ടും ശരിയാണോ എന്ന് നമുക്കൊരു വീഡിയോസിലൂടെ ഒന്നല്ലേ. എങ്കിൽ ഞാൻ വീണ്ടും എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങൾ ഈ ഓട്ടത്തിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നേരം പുലരുമ്പോൾ ആ പുസ്തകം ഭണ്ഡാര കെട്ടുമായി നിങ്ങൾ പോകുന്നില്ലേ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ അധ്യാപകൻ പറയാണ് ബുധനാഴ്ച സ്കൂളില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പടച്ചോനെ, ടെൻഷനായല്ലോ. എങ്ങനെ ഉണ്ടാകാം? സന്തോഷം ഉണ്ടാകുക, ദുഃഖാണ് ഉണ്ടാകുക? സന്തോഷം. 4 മണിക്ക് വിടേണ്ട സ്കൂൾ ഒരു ദിവസം 3:50 വിടുമെന്ന് പ്രിൻസിപ്പൾ പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഉണ്ടാവും? സന്തോഷം അല്ലേ? ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് ഏറ്റവും കടുപ്പുള്ള വിഷയം ഏതാണ്? ചില കുട്ടികൾ കണക്ക് വലിയ പ്രയാസമാണ്, ചില കുട്ടികൾക്ക് എല്ലാ വിഷയവും കണക്കാണ്. ഈ കണക്കിന്റെ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ നിൽക്കുന്ന രംഗോ എങ്ങനെ ഉണ്ടാകുക? അതേ സ്ഥാനത്ത് നല്ല ഇഷ്ടപ്പെട്ട ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ചാലും പഠിച്ചാലും ടീച്ചർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഭാവി കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കണം. ഭാവിയിൽ എവിടെയാണ് എത്തേണ്ടതെന്നതിനെ കുറിച്ച് നേരത്തെ. എങ്കിൽ നിങ്ങൾ ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? പഠിച്ചിട്ട് ആരാവാനാണ് ആഗ്രഹിക്കുന്നത്? ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു കൈവയ്ക്കട്ടെ. എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, മണൽ മാഫിയ, അതിനാളില്ല. പോലീസ്, അതുമില്ല. നിങ്ങൾ എന്താവാനാ തീരുമാനിച്ചത്? ഒരു 5-8 പൊറോട്ട എന്നാ തിന്നുക, അതിന് ഉഷാറാ. കണ്ട, പഴയ ചില സ്ഥലങ്ങളിൽ ചില ഏരിയകളിലൊക്കെ പോയാലുണ്ടല്ലോ, ഇപ്പോൾ കൊല്ലം, തൃശ്ശൂർ ഭാഗത്തൊക്കെ പോയാൽ എഞ്ചിനീയർ ആവാൻ താല്പര്യമുള്ള എല്ലാവരും കൈപോക്കും. ഡോക്ടർ ആവാൻ കുറെ ആൾക്കാർ, ചെറിയ ചെറിയ ലോക്കൽ പരിപാടിക്ക് 1-2 ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ ഭാഗത്തോ കവുങ്ങുമ കയറാൻ. ഇവിടെ ഈ ഏരിയ എന്താ സ്വഭാവം ഉള്ളത്? എനിക്കറിഞ്ഞൂടെ ഈ സ്വഭാവം. ഇവിടെ ഈ ഏരിയക്കാരുടെ പ്രത്യേകത എന്താണ്? എന്താ സ്പെഷ്യൽ? മീൻ കച്ചവടോ? ഏന മണല ആണാ? ഇല്ല, വലിയ പ്രശ്നമാക്കണ്ട. ഓക്കെ, ഏതാവട്ടെ, ഞാൻ പറയുന്നു, അല്ലാഹു തആല നമുക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. ഈ കഴിവുകൾ കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾ തയ്യാറാണോ? യുവർ ബാക്ക്ഗ്രൗണ്ട് ഈസ് പുവർ ബട്ട് യുവർ ബ്രെയിൻ ഈസ് പവർ എന്നാ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കഷ്ടകാലമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ ഏതുമാവട്ടെ, യുവർ ബ്രെയിൻ ഈസ് പവർ. നമ്മുടെ തലച്ചോറിന്റെ ഒരു പവർ ഉണ്ട്. ആ പവർ പടച്ച തമ്പുരാൻ നൽകിയതാണ്. ആ തലച്ചോറിന്റെ പവർ, അള്ളാഹു നൽകിയ തലച്ചോറിന്റെ മില്യൺ കണക്കിന് ന്യൂറോണുകളെ കൊണ്ട് സൃഷ്ടിച്ച ഈ തലച്ചോറിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഉയരങ്ങളിൽ എത്താൻ റെഡി. ഇങ്ങനെ വരണോ? അതാണ് ഉന്മേഷം. അപ്പൊ 3ാമത്തെ തവണയിൽ നിങ്ങൾക്ക് ഊർജ്ജം വന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതിനെന്താണ് ആദ്യം വേണ്ടത്? നിങ്ങൾക്ക് എവിടെ നിങ്ങൾ വിചാരിച്ച മേഖല നിങ്ങൾക്ക് എത്തണം എന്നാഗ്രഹല്ലേ? ആഗ്രഹണ്ട? എവിടെയും നിങ്ങൾക്ക് തിളങ്ങാം. നിങ്ങൾ ഏത് മേഖലയിലും എത്താൻ കഴിയും പടച്ച തമ്പുരാന്റെ തൗഫീഖോട് കൂടി. അതിനെന്താണ് വേണ്ടത്? ഇന്റേണൽ മോട്ടിവേഷൻ. ഉള്ളിൽ നിന്നൊരു ആഗ്രഹം വരണം, എത്തണം എന്നൊരാഗ്രഹം. അത് വന്നിട്ടുണ്ടാ? മോട്ടിവേഷൻ ആണോ മോട്ടിവേഷൻ ആണോ? ഏതാ? നിങ്ങൾ മറ്റുള്ളവർ സ്കൂൾ പോകുന്നത് നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണോ രക്ഷിതാക്കൾ നിർബന്ധം കൊണ്ടാണോ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളിൽ നിന്ന് ഉള്ളിൽ നിന്നൊരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. ഏത് പ്രതിബന്ധങ്ങളെയും മുന്നോട്ട് വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധിയെയും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണം? വന്നോ? അങ്ങനെ ഒരു ആഗ്രഹം വന്നോ? പഠിച്ചിട്ട് മുഴുവൻ വിഷയത്തിൽ A+ നേടുന്ന ആഗ്രഹം വന്നോ? ഉണ്ടാ? അതിനാണ് ബേണിംഗ് ഗോൾ എന്ന് പറയാ, കത്തിച്ചൊലിക്കുന്ന ആഗ്രഹം. ഉദാഹരണത്തിന്, നിങ്ങളൊരാൾ പിടിച്ചിട്ട് പുഴയിൽ മുക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? എടാ മുക്കിക്ക് വളരെ സന്തോഷമായി എന്ന് പറയോ? എന്താ ചെയ്യാ? രക്ഷപ്പെടാൻ നോക്കൂലേ? ഈ ആഗ്രഹം, ഈ തീവ്രത നിങ്ങൾക്ക് പഠനത്തിലുണ്ടോ? അല്ലേ? അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് പഠനത്തിലുള്ള തീവ്രതയും മറ്റൊരു തീവ്രതയും തമ്മിൽ ഞാൻ വ്യത്യാസപ്പെടുത്തരാം. നിങ്ങൾക്ക് ഒരു 22-23 വയസ്സായി. വാപ്പ പറഞ്ഞു, മോനെ ഇത് കുറെ കാലം ഇങ്ങനെ പഠിക്കുന്ന മതി, ഇവിടെ വീട്ടിൽ ജോലി ചെയ്യാൻ ആരുമില്ല, ഒരു പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞാല് അത് രാത്രിയാ
പറയുന്നെങ്കിലോ അന്ന് തന്നെ സുഹൃത്തിന് വിളിച്ചിട്ടാ പൾസർ ഉണ്ടോ, നമുക്കൊരു സ്ഥലത്ത് രാവിലെ തന്നെ പോണ്ടിയുണ്ട്. എന്താ, പെണ്ണ് കാണാൻ പോവാണ്. ഇല്ലേ, സത്യല്ലേ? നിങ്ങൾ പറയോ പാപ്പ ടെൻഷനായി പോയി, എന്നെക്കൊണ്ട് കഴിയൂല എന്ന് പറയാ? ഈ തീവ്രത പഠിക്കുന്ന വിഷയത്തിലുണ്ടോന്നാണ്. അതുകൊണ്ടാണ് മനഃശാസ്ത്ര മേഖലയിൽ ഒരു ഗവേഷണത്തിൽ പഠനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് എത്താൻ ആഗ്രഹമുള്ളത് അതിന് 5-8 നിയമങ്ങളുണ്ട്. ഒന്ന്, കഴിവിൽപ്പെട്ടത് ആഗ്രഹിക്കണമെന്നാണ്. നിങ്ങളുടെ കഴിവിൽപ്പെട്ടത് താല്പര്യം കാണിക്കുക. ഉദാഹരണത്തിന് ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യണം? കഴിവ് തെളിയിക്കണം. ഒരാൾക്ക് അതിൽ ആഗ്രഹമില്ല, പാട്ട് പാടാൻ താല്പര്യമില്ല, കഴിവുണ്ട്, പക്ഷെ പോയിട്ട് കാര്യം ഉണ്ടാവുമോ? ഇല്ല. ഇനിയോ, കഴിവ് വേണം, താല്പര്യം വേണം, വേറൊരു കാര്യം കൂടി വേണം, ഭാവിയിൽ ഗുണമുള്ളതായിരിക്കണം. ഉദാഹരണത്തിന് ഒരാളിപ്പോ റേഡിയോ നന്നാക്കാൻ പഠിച്ചു. ഭാവിയിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ റേഡിയോ നന്നാക്കാനോ ഉദ്ദേശിക്കുന്നു ആലോചിക്കട്ടെ. അല്ലെങ്കിൽ ഒരു 2000-ൽ പഠിച്ച ഒരാൾ റേഡിയോ നന്നാക്കാനാണ് തീരുമാനിച്ചതെന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഇപ്പൊ റേഡിയോ നന്നാക്കാൻ കാര്യമുണ്ടോ? ഇപ്പൊ റേഡിയോക്ക് ഒരു 100 രൂപയുടെ റേഡിയോ നന്നാക്കാൻ 150 രൂപ ആരെന്ന് തരുമോ? ഇനി മൊബൈലിന്റെ ടെക്നീഷ്യൻ പഠിച്ചിട്ട് കാര്യമില്ല, ഭാവിയിൽ അത് മാറി, ടെക്നോളജി മാറി. എങ്കിൽ ഒരു 20 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന വിപ്ലവം കണ്ടുകൊണ്ട് ഇപ്പം തുടങ്ങണമെന്നാ പറഞ്ഞത്. ഇനിയോ, ഇത്ര വർഷത്തിൻ്റെ ഉള്ളിൽ നേടിയെടുക്കണം. കാരണം PSC എക്സാം ഒക്കെ എഴുതുന്ന സമയത്തുണ്ടാവും 25-ന്റെയും 30-ന്റെയും ഇടയിലുള്ളവർ അപേക്ഷിക്കുക എന്ന് കാണാം. നിങ്ങൾ പഠിച്ച് വലിയ വലിയ ആളായി 32-ാം വയസ്സിലാണ് ഡോക്ടർ ആവുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫൈഡ് നേടുന്നത്. ഇപ്പോൾ ജോലി കയറാൻ കഴിയുമോ? ഇല്ല, സമയം വെക്കണം. അപ്പൊ എങ്ങനെ തീരുമാനിക്കണം? ഞാൻ 22 വയസ്സാകുമ്പോഴേക്കും പെണ്ണിട്ടുന്നോ? ഇതേ നീയത്തുള്ളൂ. എന്താവും? ഡോക്ടറാവും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും, അല്ലെങ്കിൽ ഓക്കെ. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ഇന്റേണൽ മോട്ടിവേഷൻ, ഉൾപ്രേരണയോട് കൂടി പോയാൽ തീർച്ചയായും എത്തും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിനക്ക് കഴിയുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുക. കഴിയുന്ന വിഷയത്തിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാകുക. ആ വിഷയത്തിൽ എന്ത് ചെയ്യണം? താല്പര്യം കാണണം. എന്നിട്ടോ വസ്തഈൻ ബില്ലാ, അള്ളാഹുവിൽ സഹായം തേടണം, പഠിച്ചവന് സമർപ്പിക്കുക. കോൺഫിഡന്റ് അല്ല, എന്താണ്? അള്ളാഹുവിൽ സമർപ്പണമാണ്. മനസ്സിലായില്ല? തവക്കൽതു അലല്ലാഹ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് എന്താണ്? എന്ത് പറയണോ? തവക്കൽതു, പഠിച്ചവനെ ഞാനിതാ A+ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, പഠിക്കാൻ തീരുമാനിച്ചിരുന്നു, എല്ലാം നിന്നിൽ സമർപ്പിച്ചു. ആധുനിക മോട്ടിവേഷന്റെ ആൾക്കാർ പറയും സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ പറയുന്നത് എന്താണ്? സമർപ്പണം ആരിലാണ്? പഠിച്ചവനിൽ. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നു, ആ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ഉണ്ടല്ല, നമ്മൾ അറിയാത്ത മേഖലയുടെ ഒരുപാട് വഴികൾ പടച്ചു തമ്മിൽ തുറന്നുതരും. ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാം പടച്ചവന് സമർപ്പിക്കുക, നമ്മൾ തീരുമാനിക്കും വേണം. റെഡി? എന്നിട്ട് കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ തീർച്ചയായും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാതെ വെറും പഠനമായിട്ട് ഇങ്ങനെ നടന്നൊരു കാര്യമില്ല. പഠിച്ചിട്ട് 100-ൽ 100 മാർക്ക് കിട്ടിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. മുഴുവൻ വിഷയത്തിൽ A+ കിട്ടിയിട്ടും കാര്യമില്ല. അതിനെന്ത് വേണം? അതിന് വേറെ ചില വഴികളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് എന്താണ്? ഉൾപ്രേരണ. എന്ത്? മനസ്സിലായ? ഉള്ളിൽ പ്രേരണ വന്നോ? പഠിച്ചിട്ട് എവിടെ എത്താൻ തീരുമാനിച്ചോ? എങ്കിൽ രണ്ടാമത്തേത് ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. പക്ഷെ ചില ആൾക്കാർക്കുള്ളത് ഭയങ്കര മടിയന്മാരാണ്. മടിയുള്ളവരൊന്ന് കൈപൊക്കാട്ടെ. ആണ്ടല്ലേ, കൈ പൊക്കാനും മടി. അലസത, ഒരു കുട്ടിക്ക് അലസതല്ല, മടിയില്ല. മടിയുള്ള കൈപൊക്കിയോളൂ, എടാ കൈതത്തിയോളൂ. കോഴിക്കോട് ഒരു സമ്മേളനം നടന്നു, മടിയന്മാരുടെ സമ്മേളനം. പക്ഷെ ആരും പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം? ഇനി മടിയന്മാർക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചാൽ പോലും നിങ്ങൾക്ക് കിട്ടൂല, കാരണം അതുപോലും വാങ്ങാൻ വരൂല. മനസ്സിലാകുന്നുണ്ടാ? അലസതയെ നോക്കിയാട്ടെ, ചില ആൾക്കാർ ഭയങ്കര മടിയന്മാരാണ്. പക്ഷെ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്? മടിയോട് കൂടിയാ ചെയ്യാറുള്ളത്. ചില ആളുകൾ ഉണ്ടാവും, ഇപ്പൊ അധ്വാനിക്കാൻ കഴിയില്ല, നാളെ മറ്റന്നാൾ പരീക്ഷ ആണെങ്കിൽ പോലും ഇപ്പൊ അധ്വാനിക്കൂല. എന്നിട്ടോ ഇപ്പൊ സുഖമായി കിടക്കും. പിന്നീട് ഭാവിയിൽ എന്ത് ചെയ്യുന്ന ഇതിന്റെ പേരിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം പറയും അന്ന് പഠിച്ചാൽ മതിയായിരുന്നു എന്ന്. ഇല്ലേ, ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സുഖം കണ്ടെത്തിയിട്ട് ഭാവിയിൽ കഷ്ടപ്പെടാനാണോ, അല്ലെങ്കിൽ ഇപ്പൊ കഷ്ടപ്പെട്ടിട്ട് ഭാവി സുഖം കിട്ടാനാണോ ആഗ്രഹിക്കുന്നത്? എന്താ? എങ്ങനെ? ഇപ്പോഴും സുഖം ഭാവിയും സുഖം നടക്കൂല. എങ്ങനെ? ഇപ്പോഴും കഷ്ടപ്പെടണം, സുഖം, അതല്ല ആഗ്രഹമുള്ളത്? അത് ആഗ്രഹിക്കുന്നുണ്ടാ? അങ്ങനെ എന്ത് വേണം? 10 മാസം ഗർഭാശയത്തിൽ മാതാവ് ചുമക്കുന്ന കുഞ്ഞൻ വേദന സഹിച്ചിട്ടല്ലേ ആ കുഞ്ഞ്? ആ വേദന സഹിക്കുന്നതിന്റെ സുഖം എപ്പോഴും കിട്ടുന്നു? പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഉമ്മ ആ കുഞ്ഞിനെ കാണുമ്പോൾ കരിയാ ചെയ്യാ. ആര്? ലോകത്ത് ഒരു കുട്ടി കരയുമ്പോൾ ഒരു ഉമ്മ ചിരിക്കുന്നു, അല്ലേ? എന്താ കാരണം?
ആ വേദനയുടെ നൊമ്പരത്തിൽ പ്രസവിക്കപ്പെടുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. 10ാം ക്ലാസ്സിന്റെ കഷ്ടപ്പാടുകൾ പഠിച്ചുകൊണ്ട് ഒരു മാസം അധ്വാനിച്ച് രാത്രി ഉറക്കം വിളിച്ച് പഠിച്ചപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയ ചാടൂലേ ഇല്ലേ? എങ്കിൽ 2 തരം സുഖമുണ്ട്. അതെന്താ? 2-3 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ, വെറുതെ വിശ്രമിച്ചിരിക്കുകയാണ്, റെസ്റ്റ് എടുത്തിട്ട്. അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു, അല്ലടാ എന്ത് പരിപാടിയാണ്, പോയി അധ്വാനിക്ക്. അപ്പൊ അവർ ചോദിച്ചു, അധ്വാനിച്ചിട്ട് എന്താ കാര്യം? അധ്വാനിച്ചാൽ ഒരുപാട് കാശുണ്ടാവില്ലേ? കാശുണ്ടായിട്ടോ? കാശുണ്ടായാലും ഒരു നല്ലൊരു വീടുണ്ടാക്കിയൂടെ? വീടുണ്ടായിട്ട് എന്താ കാര്യം? വീടുണ്ടായാലും ഒരു പെണ്ണൊക്കെ കെട്ടി സുഖമായി ജീവിച്ചൂടെ? എന്നിട്ടോ ഒരു ഇന്നോവ കാർ എടുത്തിട്ട് ആ കുടുംബമായിട്ട് നടന്നൂടെ? എന്നിട്ട് എന്താ കാര്യം? ഒരുപാട് ആസ്തി ഉണ്ടാവില്ലേ? ഒരുപാട് കാശുണ്ടാവില്ലേ? അതുണ്ടായിട്ട് എന്താ കാര്യം? എന്നാ വിശ്രമിച്ചൂടെ? എടാ അതല്ലേ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത്, വിശ്രമിക്കല്ലേ? ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വിശ്രമല്ലേ? ഒരു വിശ്രമം കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇതുവരെ അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? വിശ്രമല്ലേ? ഇതിലേത് വിശ്രമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ അധ്വാനിച്ചിട്ട് ഭാവിയിൽ വിശ്രമം. അതിനെന്ത് വേണം? ഇപ്പൊ കഠിനാധ്വാനം ചെയ്യണം. ലോകത്തെ ഫേമസ് ആയ ആരുണ്ടെങ്കിലും ആ ഫേമസ് ആയ ആളുകൾ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ടാവും? അധ്വാനിക്കാതെ ഗിന്നസ് ബുക്കിൽ പേര് വന്നിട്ടുണ്ടോ? ഉണ്ടാ? അധ്വാനിക്കാതെ ഏതെങ്കിലും ലോകത്ത് ആരെങ്കിലും പ്രതിഭയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ഏതൊരു കഷ്ടപ്പാടിന്റെ, ഏതൊരു പ്രയാസത്തിന്, ഏതൊരു ഉന്നതങ്ങളുടെയും പിന്നിൽ ഒരു കഠിന പരിശ്രമത്തിന്റെ ഫലം കാണാൻ കഴിയും. നിരന്തര പരിശ്രമമാണ് ഇതിന്റെ പിന്നിൽ. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര മണിക്കൂറാണ് ഉറങ്ങാറുള്ളത്? എത്ര മണിക്കാണ് ഉറങ്ങാറുള്ളത്? 10 മണി. 10 മണി വരെ എന്താ ചെയ്യല്? അതുവരെ ഇങ്ങനെ തൂങ്ങി ഉറങ്ങും അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കറിയുമോ കോഴിക്കോട് ഒരു ജലീൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ബഷീറിനെ പരിചയമുണ്ടോ? ബഷീർ. എന്തേ ജലീലും ബഷീർ തമ്മിൽ വ്യത്യാസം? ജലീൽ ജനിച്ചു വളർന്ന് 10, 20, 40 വയസ്സായ അയാൾ മരിച്ചുപോയി, അയാൾ ലോകത്തിനൊന്നും ചെയ്തില്ല. അതേസമയം ബഷീർ എന്ന് പേര് കേൾക്കുമ്പോൾ ഓർക്കപ്പെടുന്ന ഒരാളില്ലേ? സാഹിത്യം അല്ലെ? ബഷീർ എന്ന് കേട്ടാൽ മതി. എന്നാൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഇമാം ബുഖാരി കേട്ടിട്ടുണ്ടോ? നബവി ഇമാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇമാം മുസ്ലിമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ, ഒരുപാട് ഗ്രന്ഥങ്ങൾ പല വിഷയങ്ങളിൽ എഴുതിയ ഇമാം ഗസാലി റഹിമഹുല്ലാ, ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് ആരാണ്? ഇമാം ഗസാലി. എന്റെ ഇപ്പോഴും ആ പേര് ഓർമ്മിക്കപ്പെടാൻ കാരണം എന്താണ്? ജനിച്ചു വളർന്നു വന്നപ്പോൾ ഉള്ളിലുള്ള ഒരു കഴിവിനെ അവർ പുറത്തെടുത്തപ്പോൾ ലോകത്ത് അവർ ഫേമസ് ആയി. ഇല്ലേ? നമ്മളെന്ത് ചെയ്തു? കജ്ജൂല എന്നും പറഞ്ഞിരുന്നു, അതോടുകൂടി ഉള്ളവും പോയി. മടിയാണ് നമ്മളെ ഒരുപാട് പ്രൊഫഷൻ മേഖലയിലേക്ക് നമ്മൾ തിരിക്കുന്നില്ലെന്ന് നമ്മളെ മാറ്റിയത്. മുമ്പ് ഞങ്ങൾ നടന്നു പോയിരുന്നു. അപ്പം ചോദിച്ചു, അയാളുടെ നെറ്റിയിലൊരു മുറിവ്. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, നിങ്ങൾ നെറ്റിയിലൊരു മുറിവ് കാണുന്നുണ്ടല്ലോ, അതെങ്ങനെ പറ്റിയതാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ആനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു മാവിന്റെ കമ്പ് കൊണ്ടതാണെന്ന് പറഞ്ഞു. എടാ പൊട്ട, നിനക്കൊന്ന് കുനിഞ്ഞാ പോരായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച ആന കുനിയുമെന്ന്. മനസ്സിലായില്ല? ഇതാ മടി. വളരെ അലസത കാണിക്കുകയാണ്. അത് സ്ഥാനത്ത് ഇന്നു മുതൽ നിങ്ങൾ ഒരു ഊർജം, ആ ഊർജം പുറത്തിറക്കണം. ഇല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഊർജ്ജല്ലേ? നമ്മുടെ ശരീരത്തിലും നമ്മുടെ കഴിവിലും നമ്മുടെ തലച്ചോറിലും ഒരുപാട് ഊർജം കിടക്കുന്നുണ്ട്. ഈ ഊർജം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഉറക്കിലൂടെയാണ്, നിങ്ങളുടെ മടിയിലൂടെയാണ് എന്നാ പറഞ്ഞത്. എങ്കിൽ ആ ഊർജത്തെ ഉയർത്തിയെടുത്ത് മുന്നോട്ട് പോവാൻ ആദ്യം രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഇന്റലിജൻസ്. നിങ്ങളുടെ കഴിവ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നാ. ഞാൻ ചോദിക്കട്ടെ, പ്രസംഗിക്കാൻ കൈവുള്ളവരൊന്ന് കൈപ്പൊക്കട്ടെ. പാട്ടുപാടാം, എഴുതാൻ, ചിത്രരചന, കളിക്കാൻ, അല്ലാഹു അക്ബർ, അതിനെല്ലാവരും ഉണ്ട്. ആദ്യത്തെ കാഴ്ചയിൽ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യം ചെയ്തു നോക്കിയാൽ കഴിയും. മനസ്സിലായില്ല? നമ്മൾ ഏത് കാര്യവും ആദ്യം തന്നെ തീരുമാനിക്കും, ഐ ക്യാൻസ്, എനിക്ക് കഴിയൂല എന്ന് തീരുമാനിക്കും. അതുകൊണ്ട് എന്ത് നടക്കൂല? ഒന്നും നടക്കൂല. അതേ സ്ഥാനത്ത് കഴിയുമെന്ന് തീരുമാനിച്ചാലോ തീർച്ചയായും ചെയ്തു നോക്കുമ്പോൾ അല്പമെങ്കിലും കഴിയും. എന്താ കാരണം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു മാമ്പഴം കണ്ടു, നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? കല്ലെടുത്തരും. എന്നിട്ട് കിട്ടിയില്ല എന്ത് ചെയ്യും? തോട്ടോണ്ട് തട്ടി വെക്കൂലേ? എന്നിട്ട് കിട്ടിയില്ലെങ്കിലോ കേറും. എന്നിട്ട് അത് പറിക്കും. ഈ അധ്വാനം പഠിക്കുന്ന വിഷയത്തിൽ കാണിക്കാറുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ആവശ്യമുള്ള താല്പര്യമുള്ള വിഷയത്തിൽ എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നതാണ്.
ജനിച്ചു വളർന്ന ഒരു 18 വയസ്സാകുന്നതോടുകൂടി 3 ലക്ഷത്തോളം ഡോൺസ് അരുത് അരുത് എന്ന് പറയുന്ന വാചകം കേൾക്കുന്നുണ്ടെന്നാണ്. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തലച്ചോറിൽ ആദ്യം വരുന്നത് ഐ ക്യാൻറ്റ്, കഴിയില്ല എന്നാണ്. എന്നിട്ട് ഏത് കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് എന്തായിരിക്കും? കഴിയില്ല. അതേ സ്ഥാനത്ത് ചെയ്യൂ എന്ന് പറയുന്ന വാചകങ്ങൾ വെറും 10,000 ഉള്ളൂ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ അരുത് എന്ന് പറയുന്ന ഒരു നാഡീപദം തലച്ചോറിൽ രൂപപ്പെടുകയും അതൊരു ക്യാൻറ്റ് എന്ന് പറയുന്ന ഒരു നാഡിയായി മാറുകയും ഏത് പ്രവർത്തനത്തിന് മുന്നോടിയായി ഈ കഴിയില്ലാൻ തീരുമാനിക്കുകയും ചെയ്യും. ഇന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പഠനം നടത്തുന്നതോടുകൂടെ പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ വിജയിക്കണം. പെർഫോമൻസ് കഴിവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കഴിവ് വേണം. നിങ്ങൾ 100-ൽ 100 മാർക്ക് വാങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വെക്കും. നിങ്ങൾ എന്ത് ചെയ്യൂല? ആ ബിസിനസ്സിൽ കയറൂല. നിങ്ങൾ MBA കഴിയട്ടെ, BTech കഴിയട്ടെ, MTech കഴിയട്ടെ, ഒന്നിലും 100-ൽ 100 മാർക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് എന്തുള്ളത്, നിങ്ങൾ നിലവാരം അളക്കുന്നത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചാണ്. മനസ്സിലായ? അതിനാദ്യം അറിയേണ്ടത് നിങ്ങൾക്ക് ഏത് കഴിവാണ്, ഏത് സ്കില്ലുള്ളതെന്ന് നോക്കണം. ഞാൻ ചോദിക്കട്ടെ, ചില ആളുകൾക്ക് നല്ല പ്രസംഗിക്കാൻ കഴിയും, എഴുതാൻ കഴിയും, വായിക്കാൻ കഴിയും. അങ്ങനത്തെ കഴിവുള്ള ആൾക്കുള്ള ബുദ്ധിയുടെ പേരാണ് ഭാഷാപരമായ ബുദ്ധി. 4-മത്തേത് പ്രകൃതിയുമായി ഇണങ്ങിയിട്ട് ചെടി വളർത്തുക, പൂച്ചനെ കോഴിയെ പോറ്റുക, പിന്നെ പ്രാവിനെ പോറ്റുക, മത്സ്യം പോറ്റുക, ഇങ്ങനത്തെ പരിപാടിയുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരും കിട്ടോ? പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയും. 5-മത്തേത് ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള മനക്കരുത്തുള്ള ആൾക്കാർ. കവുങ്ങിന്റെ മുകളിലെത്തിട്ട് ഏതായാലും കുറച്ചുകൂടി കയറിയാൽ ഒരു അടക്ക കിട്ടുമെങ്കിൽ അവിടെ ഇറങ്ങി പോകാതിരിക്കുന്നേക്കാൾ നല്ലത് കയറലല്ലേ. അങ്ങനെ മനക്കരത്തോടു കൂടി തീരുമാനിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ചില ആൾക്കാർ കഴിവുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടോ കൂട്ടത്തിൽ? ഏത് പ്രശ്നത്തെ നേരിടാനുള്ള കഴിവുള്ളതാണ്? അതുമില്ല. ഇനി വ്യക്തികളെ, ആളുകളുമായി ഇടപെട്ടിട്ട് ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവുള്ള ആൾക്കാർ അങ്ങനെന്താ? അതുമില്ല. ചില ആൾക്കാർക്ക് ധാർമ്മികപരമായിട്ട് മുന്നോട്ട് പോവാൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കള്ളു കുടിക്കാതെ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ ധാർമ്മികപരമായിട്ട് നല്ല മൊറാലിറ്റി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താരെങ്കിലും ചില ആൾക്കാർ ഇങ്ങനെ തല തടി വെക്കുന്നുണ്ട്, ഞാനാണോ എന്ന്. അതേ സ്ഥാനത്ത് ചില ആൾക്കാർക്ക് ആത്മീയപരമായി ദിക്ർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? ചില ആൾക്കാർക്ക് മുട്ടായി കച്ചവടമൊക്കെ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം നടത്തിയിട്ട് വളരെ മനോഹരമായി ബിസിനസ് ചെയ്തിട്ട് നല്ല കാശ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? കുറച്ച് ആൾക്കാരുണ്ട്. കഴിഞ്ഞു. ഞാൻ കുറച്ച് തരം ബുദ്ധിയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇതൊന്നുമില്ല. ചില ആൾക്കാർ കരാട്ട, കളരി, ഫുട്ബോൾ, ക്രിക്കറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിവുള്ള ആൾക്കാർ ആരുണ്ടോ? ഇതിണ്ടായിട്ട് കാര്യമില്ല. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ സർട്ടിഫിക്കറ്റ് കിട്ടിണ്ടാ? അതില്ല. നിങ്ങൾ പിന്നെ പുറങ്ങളി കളിച്ചതാ അല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഒരുപാട് സ്കില്ലാണ്, ഒരുപാട് കഴിവാണ്. പക്ഷെ ഇതൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കുള്ള 2 കഴിവ് ഞാൻ പറഞ്ഞുതരാ. ഒന്ന് ഈറ്റിംഗ് ഇന്റലിജൻസ് ആൻഡ് സ്ലീപ്പിംഗ് ഇന്റലിജൻസ്. തിന്നുക, ഉറങ്ങുക. അതുള്ള ആൾക്കാർ നോക്കിക്കട്ടെ കണ്ട. എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ഇന്ത്യയുടെ കോടീശ്വരനായ മുകേഷ് അംബാനി ചെസ്സിൽ 1-ാം സ്ഥാനം ലഭിച്ചത് വിശ്വനാഥ് അല്ലേ? ആണ്. ഈ മ്യൂസിക്കിൽ ഓസ്കാർ അവാർഡ് ലഭിച്ച കേരളക്കാരനുണ്ട്. ആരാ? റസൂൽ പൂക്കോട്ടി. അതുപോലെ പിന്നെ ക്രിക്കറ്റിൽ നിന്നും ഇപ്പൊ വിരമിച്ച ഒരാളുണ്ട്. അതാരാ? എന്റെ അമ്മോ. പണ്ട് ചില കുട്ടികളുണ്ട്, ഒരു ഉമ്മ വന്നിട്ട് മോനെ കുറിച്ച് പറഞ്ഞ് എന്റെ മോനെ തുമ്മെന്ന് പറഞ്ഞൂടാന്ന്. എന്താ വെച്ചു? തുമ്മുമ്പോ അവന് ഒരു ആളെ പേര് സച്ചിൻ എന്ന് പറഞ്ഞ തുമ്പാന്ന് പറഞ്ഞു. സച്ചിൻ എന്ന് പറഞ്ഞിട്ടേ ഇരിപ്പതായി. ഓക്കെ. ഈ 4 ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി. ഈ 4 ആൾക്കും അവരുടെ പഠനത്തിൽ 100-ൽ 100 മാർക്ക് കിട്ടിയിട്ടുണ്ടോ? A+ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 4 ആളും ഒരേ മേഖലയിലാണോ? അതുമല്ല. 4 ആൾ വ്യത്യസ്ത മേഖലയിലല്ലേ? എങ്കിൽ അവരുടെ മേഖലയിൽ അവർ വിജയം വരിച്ചല്ലോ. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എക്സ്ട്രാ സ്കിൽ ഏത് കഴിവാ ഉള്ളത് എന്നാ ചോദ്യം. ഒന്ന് നിങ്ങളുടെ മനസ്സിലാലോചിച്ചോട്ടെ. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാം. ആരില്ല? എന്താണല്ലേ എക്സ്ട്രാ എന്തെങ്കിലും സ്കില്ല്, ഒരു കഴിവ്? ഫുട്ബോൾ കളിക്കും സമയം കിട്ടുമ്പോ? എന്താണല്ലേ? മെക്കാനിക്? എന്താണല്ലേ? എന്താ? പാട്ട് പാടാന്? വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പഠനം വേറെയാണ്, സ്കില്ല് വേറെ ആയിട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കൂടെ മറ്റൊരു കൈകൂടി ഉണ്ടാക്കിയെടുക്കുക. അതാ വേണ്ടത്. യെസ്, നല്ല ചോദ്യമാണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കഴിവുകളിലൂടെയാണ് ആളുകൾ ലോകത്ത് ഫേമസ് ആവുന്നതെങ്കിൽ ഏത് കഴിവാ മക്കളെ നിങ്ങൾക്കുള്ളതെന്നാണ് എന്റെ ചോദ്യം. ഏതെങ്കിലും ഒരു മേഖലയിൽ, ഒരു പാട്ട് മേഖലയിലാവട്ടെ, പ്രസംഗ മേഖലയിലാവട്ടെ, കളി മേഖലയിലാവട്ടെ, ഏതെങ്കിലും ഒരു മേഖലയിൽ
നിങ്ങളുടെ പ്രതിബദ്ധം തെളിയിച്ചതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥികളെ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിത്. ഈ സമയത്ത് നിങ്ങളുടെ കഴിവ് ആദ്യം കണ്ടെത്തുക. ഏതാണ് കഴിവ്? ഞാൻ 5-8 കഴിവുകളെ കുറിച്ച് പറഞ്ഞു. ഈ കഴിവിൽ ഏത് കഴിവാണെന്ന് കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് പല മേഖലയിൽ എത്തിപ്പെടാൻ കഴിയും. ഭാവിയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആ കഴിവ് ഉണ്ടായിട്ട് ആ കഴിവിനെ നിങ്ങളുടെ സ്വപ്നമാക്കി കാണുക, ഒരു ഭാവനയിൽ കൊണ്ടുവരിക. ലോകത്ത് ഒരുപാട് വികസനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സാധനം എന്താ ചോദിച്ചാൽ ഈ തലച്ചോറിൽ കിടക്കുന്ന ഭാവനയാണെന്നാ. ഒരു മീനിനെ പക്ഷി കൊത്തി പറക്കുന്നത് കണ്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, വയലിൽ വെച്ചുകൊണ്ട് എനിക്കും അതുപോലെ പറക്കണം. ആ കുട്ടിയാണ് തമിഴ്നാട്ടിൽ വെച്ചുകൊണ്ട് ആദ്യമായി വിമാനത്തിൽ പറഞ്ഞത്. ആ കുട്ടി ഇന്ത്യയിൽ ആർമി ചേരാൻ ചെന്നപ്പോൾ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ സയന്റിസ്റ്റുകളെ പോലും നിയന്ത്രിക്കുന്ന ഒരു പ്രതിഭയായി തീർന്നത് ആ കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു ഭാവന. മനസ്സിലായ? ഞാൻ ചോദിക്കട്ടെ, ഒരു 1400 വർഷം മുമ്പ് ചിലന്തി എങ്ങനെയാണോ വീടുണ്ടാക്കിയത് അതുപോലെയല്ലേ ഇന്നും ചിലന്തി വീടുണ്ടാക്കുന്നത്? ആണോ അല്ലേ? അന്ന് എങ്ങനെയാണോ പാമ്പ് മാളം ഉണ്ടാക്കിയത് അതുപോലെയല്ലേ ഇന്നും പാമ്പ് മാളം ഉണ്ടാക്കുന്നത്? അന്ന് എങ്ങനെയാണോ പശു വെള്ളം കുടിച്ചത് ആ രീതിയിലല്ലേ ഇപ്പോഴും പശു വെള്ളം കുടിക്കുന്നത്? അല്ലേ? അന്ന് പിന്നെ ഏതൊക്കെ രീതിയിലാണോ മാടപ്രാവ് കൂടുണ്ടാക്കിയത് അതുപോലെയല്ലേ ഇന്നും പ്രാവ് കൂടുണ്ടാക്കുന്നത്? പക്ഷേ അന്ന് മനുഷ്യരുണ്ടാക്കിയ രീതിയിലാണോ ഇന്ന് വീടുണ്ടാക്കുന്നത്? അന്ന് മനുഷ്യർ സംസാരിച്ച രീതിയിലാണോ ഇന്ന് സംസാരിക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തിച്ച ഘടകം എന്താണ്? തലച്ചോറ്. ഇന്ന് കിടക്കുന്ന വിമാനത്തെ പറപ്പിക്കുന്നതും ടൺ കണക്കിന് ഭാരമുള്ള തീവണ്ടിയെ മുന്നോട്ട് ഗമിച്ചു കൊണ്ടുപോകുന്നതും പിന്നിൽ പ്രവർത്തിച്ച എന്താണ്? തലച്ചോറ്. തലച്ചോറിലെ ചിന്തയും ഭാവനയുമാണ്. അതുകൊണ്ട് ഈ ബ്രെയിനിനെ, ഈ തലച്ചോറിനെ അല്ലാഹു തആല നൽകിയ ഒരു കനിഞ്ഞരുക. മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് നമുക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഏത് നായ ആവട്ടെ പശു ആവട്ടെ എല്ലാം ഒരേ ലെവലിലാണ് അല്ലേ? തലയും ഊരി ഒരേ ലെവലല്ലേ? പക്ഷെ മനുഷ്യൻ്റെത് എങ്ങനെയാ നോക്കിയട്ടെ? എങ്ങനെയുള്ളത്? തലയെ ബഹുമാനിച്ചിട്ടല്ലേ വെച്ചത്? ആണോ അല്ലേ? നോക്കിയടാ, ശരിയല്ലേ? നിങ്ങൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നിരന്തരം. തീർച്ചയായും നിങ്ങൾ അതായി തീരുമെന്നാണ്. നിങ്ങൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ടാ? ഇതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല? ഉണ്ടാ? ആർക്കാ കിട്ടിയത്? ഒരാൾ പറഞ്ഞട്ടെ. ആർക്കാ? എന്തിനാ കിട്ടിയത് മോന്? എന്തിനാ കിട്ടിയ? ജന സർട്ടിഫിക്കറ്റാ? എന്തോ ഒരു കഷ്ടാണ്. ഓക്കെ, സാരല്ല. ഓക്കെ, ദഫിനുള്ള സർട്ടിഫിക്കറ്റ്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണിച്ചാൽ, വേറെ എന്തെങ്കിലും സ്കില്ല് കാണിച്ചതിന് സ്പോർട്സിലോ ആർട്സിലോ സ്കൂളിൽ നിന്ന് കിട്ടിയ ആർക്കും സർട്ടിഫിക്കറ്റ് ഇല്ല? എന്തിനാ? ഡ്രോയിങ്ങിന്. എവിടുന്ന? സ്കൂളിൽ നിന്നാണോ? സ്കൂളിനാ? ഓക്കെ. ആ സർട്ടിഫിക്കറ്റ് മോൻ എന്ത് ചെയ്തു? വീട്ടിൽ എവിടെ ഉള്ളത്? വെൽപ്പിന്റെ ഉള്ളിലാണ്. കണ്ടാ? അതിപ്പോ ചെതല് തിന്നിട്ടുണ്ടാവും മോനെ. തിന്നിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ തിന്നുണ്ടാവും. പണ്ട് നോക്കിനു എന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അവിടെ തൂക്കി വെക്കണം. മനസ്സിലായില്ല? എവിടെ? ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ റൂമിലെ, നിങ്ങൾക്ക് റൂമില്ലേ, ആ റൂമിൽ. അതെന്തിനാണ്? ഒരുപാട് ട്രോഫി ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. നോക്കുമ്പോ അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാതൊരു മോട്ടിവേഷൻ വരും. പടച്ചോനെ, ഇതൊക്കെ ഞാൻ വാങ്ങിയാണല്ലോ എന്ന്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത് അതും എഴുതി വെക്കണം. ഒരു ചാർട്ട് വാങ്ങിയിട്ട് അതിൽ എഴുതി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേന്നോ എന്നതാവണം എന്നുള്ളത്? അപ്പൊ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? എഴുതി വെക്കുക, ഞാൻ 25 വയസ്സാകുമ്പോഴേക്കും ഡോക്ടർ ആവും. ഒരു ചാർട്ടിൽ എഴുതിയിട്ട് ചുമരുമേൽ തൂക്കി വെക്കുക. തൂക്കി വെക്കുന്നതിന് മുമ്പ് വാപ്പനോടും എന്നോടും അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാണ്ടി അല്ലേ? നിങ്ങൾ ഡോക്ടറെ കാണിക്കാനും കൊണ്ടുപോയി, നിങ്ങൾ ഡോക്ടർ ആവൂല. അതെന്താ? ഇത് സ്ഥിരം കാണുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ അതായി തീരാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകും. എങ്കിൽ ഈ വർഷത്തെ പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു ചാർട്ടിൽ എഴുതണം, ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും ഞാൻ A+ വാങ്ങും എന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതി വെക്കണം? ചാർട്ടിൽ എഴുതുക, എന്നിട്ട് തൂക്കുക. ഓക്കെ. ലോകത്ത് ഇത്രത്തോളം വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഈ തലച്ചോറിലുള്ള കിടക്കുന്ന ഭാവന, സർഗാത്മക കഴിവ്. അത് നമ്മൾ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ലോകത്ത് എവിടെയും നമ്മൾ എത്താതായി പോയത്. ലോകത്ത് അറിയപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ടാവണം, എഞ്ചിനീയർമാരുണ്ടാവണം, അഡ്വക്കേറ്റ് ഉണ്ടാവണം, അധ്യാപകരുണ്ടാവണം. എല്ലാത്തിലും കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കണം. വേണ്ടേ? വേണ്ടേ? വേണം. അത് എന്ത് ചെയ്യണം? നല്ല പരിശ്രമം വേണം. മൂർച്ച കൂട്ടിയുള്ള പരിശ്രമം. പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മേഖലയിലേക്കും എത്തിപ്പെടാൻ കഴിയും എന്നതിന് വേറൊരു പ്രാക്ടീസ് ഉള്ള ഒരു വീഡിയോസ് കൂടി ഞാൻ. എവിടെയാണോ ഉന്നം വെക്കുന്നത് അവിടെ കൊള്ളുന്നു. നമ്മളോ എവിടെയാണോ കൊള്ളുന്നത് അതാ വ്യത്യാസോ. ഇതെന്താ കാരണം?
നിരന്തര പ്രാക്ടീസിലൂടെയാണ്. പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത വേറൊരു സംഭവമില്ല. എല്ലാത്തും പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനിരിക്കുന്നത്, ഇത് ഡിസംബർ മാസമാണ്, ഇനി ജനുവരി ഫെബ്രുവരി അല്ലേ, ജനുവരി ഫെബ്രുവരി അല്ലേ, ആ സമയത്ത് പഠിക്കേണ്ട സമയമല്ല, അത് റിവിഷന്റെ ടൈമാണ്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ വളരെ മനോഹരമായി സൂപ്പറായിട്ട് എന്ത് ചെയ്യാം, പരീക്ഷ പാസ്സാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്, മറവി. ശരിയല്ലേ? മറവുള്ളവരൊന്ന് കൈപ്പൊക്കേട്ടെ. എല്ലാവരും മറവുണ്ട് ഉണ്ടാ? യെസ്, കൈതാത്തിക്കോളൂ. നിങ്ങൾ എഴുന്നേറ്റേ. നിങ്ങളുടെ പേരെന്താ? ബാസിം. ഉപ്പാന്റെ പേരെന്താ? മുസ്തഫ. വീട് എവിടെ? ഇന്ന് വീട്ടിൽ നിന്നാണോ വരുന്നത്? ആണ്. ഇന്നലെ ക്ലാസ് പോയിരുന്നോ? ഇന്ന് ക്ലാസ് പോയിരുന്നോ? ഇന്ന് ക്ലാസ് പോയി. ക്ലാസ് പോയല്ലേ? സ്ട്രൈക്ക് എവിടെ, എന്തിനാ പഠിക്കുന്നത്? അതെ, പണ്ട് കുട്ടികളോട് ചോദിച്ചു, എടാ ഉച്ചവരെ എന്താ പഠിച്ചു ചോദിച്ചു. ഉച്ചവരെ ടീച്ചറില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എന്താ പഠിച്ചു? ഉച്ചയ്ക്ക് ശേഷം ഞാനും ഇല്ലായിരുന്നു പറഞ്ഞു. അതേമാതിരി ഇതുവരെ ഇന്ന് സ്ട്രൈക്ക്, ഞാന്ന് നമ്മൾ പോയില്ല. ഓരോട്ടെ, അങ്ങനെ കായാലും ജീവിതം മുന്നോട്ട് പോകും. അപ്പോ യെസ്, സ്കൂൾ ഇതിന്റെ പ്രിൻസിപ്പളെ പേരെന്താണ്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആൻസർ പറഞ്ഞില്ലേ? യാകാരം മറവിണ്ടെന്ന് പറഞ്ഞത്. യെസ്, ഇതോളൂ. മറവിണ്ട? ഇനി ആർക്കാ മറവിള്? ഇനി ആർക്കും വേണ്ട. ആ യെസ്, ഓക്കെ. കുട്ടികളെ, ഈ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് എടുത്താ പുറത്തിറങ്ങിയത് ലാസ്റ്റ്? 70. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ കണക്ക് വലിയ പ്രയാസമാണെന്ന്? നിങ്ങളല്ലേ പറഞ്ഞ കണക്ക് വലിയ പ്രയാസമാണെന്ന്? ഇപ്പൊ 74 കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. എന്താ? ഇറങ്ങിയിട്ട് 1 മാസം 2 മാസമായി എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവുന്ന. അതുകൊണ്ട് ഓർമ്മയും അനുഗ്രഹമാണ്, മറവി അനുഗ്രഹമാണ്. ഓർമ്മയും അനുഗ്രഹമാണ്, മറവി അനുഗ്രഹമാണ്. അത്ഭുതകരമായി നിങ്ങൾക്ക് ഓർമ്മശക്തി ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാ? ഉണ്ടോ അല്ലേ? നിങ്ങൾക്ക് ABCD കാണാതെ അറിയാവോ? ഒന്ന് പറഞ്ഞട്ടെ. ABCD ശരിയല്ലേ? ZYXWVUTSRQPONMLKJIHGFEDCBA എന്ന് തിരിച്ചു പറയാ. എന്താ കാരണം? വെള്ളം കെട്ടി നിന്നാൽ അഴുക്കായി പോവും, ഇരുമ്പ് ഉപയോഗിച്ചില്ലെങ്കിൽ തുരുമ്പിടിച്ചവും, തലച്ചോറ് ഉപയോഗിച്ചില്ലെങ്കിൽ തേങ്ങാച്ചോറായി മാറും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നോട് പറയൂ. നിങ്ങൾ ജനിച്ച വർഷം, മാസം, തീയതി എന്നോട് നിങ്ങൾ പറയൂ, ഞാൻ ദിവസം പറഞ്ഞുതരാം. നിങ്ങൾ ജനിച്ച വർഷം, മാസം, തീയതി അത് എന്നോട് പറഞ്ഞാൽ ഞാൻ ദിവസം പറഞ്ഞുതരാന്ന്. ഒരാൾ നിന്നോ, എന്റെ പേടിക്കണം. 1998 ഏതാ മാസം? 12-ാം മാസത്തിലാണ് ഞാൻ ചോദിച്ചത്. 12 സാധാരണ 10-ാം മാസത്തിലാണ് പ്രസവിക്കല്ലേ? ഡിസംബറില്. കുഴപ്പമില്ല, ഓക്കെ. ഡേറ്റ് 16. ഓക്കെ. മോൻ ജനിച്ചത് ബുധനാഴ്ചയാണ്. ശരിയാണ്? അറിയില്ലേ? എന്തൊരു കഷ്ടാണ്. അറിയില്ല, മൊബൈലിൽ പരിശോധിച്ചോളൂ. എന്ത് ചോദിച്ചോളൂ, നോക്കിയോളൂ. 16/12/1998 ബുധനാഴ്ച. കണ്ടോ തെളിവ്? ബുധനാഴ്ച ആണ് അല്ലേ? നിങ്ങളിങ്ങനെ എങ്ങനെ മാന്തിക്കോളി? അതിൽ മാന്തിയാൽ ഈ സാധനം നഷ്ടപ്പെടുന്ന. യെസ്, ഇനി ആർക്കും ചോദിക്കാം? ചോദിച്ചോളൂ. വേറെ ചോദിച്ചു. 1998 അല്ലേ? ഏതാ മാസം? ജനുവരി. യെസ്, എത്ര ഡേറ്റ്? 12. ഓക്കെ. മോൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ശരിയാണോ? കറാമത്ത് 2 മതി. ഇനി 100 years, 100 വർഷം, 1000 വർഷം, 2000 വർഷം എന്നോട് ചോദിച്ചാൽ ഞാൻ ആ ദിവസം പറയും. അതിനാണ് മെമ്മറി ടെക്നിക്ക് പഠിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ സ്കൂളിലെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഏത് സബ്ജക്റ്റും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മെമ്മറി ടെക്നിക്ക് ഉണ്ട്. അത് പഠിക്കണോന്നാ. പീരിയഡിക്കൽ ടേബിളിലെ, കെമിസ്ട്രിയിലെ പീരിയഡിക്കൽ ടേബിള് കാണാതെ പഠിച്ചിട്ടുണ്ടാ? ജന്മത്തിൽ പഠിക്കുകയില്ല. അമ്മാതിരി സാധന. വിത്തിൻ 10 minutes, 10 മിനിറ്റ് കൊണ്ട് കാണാതെ പഠിക്കാം ടെക്നിക്ക്. എങ്കിൽ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാം. റെഡി? താല്പര്യം ഉണ്ടാ? അതിനാദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ഇസ് ദ മദർ ഓഫ് അറ്റൻഷൻ, അറ്റൻഷൻ ഇസ് ദ മദർ ഓഫ് മെമ്മറി. നാം ആദ്യം പഠിക്കുന്ന വിഷയത്തിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം.
ഓക്കെ, നിങ്ങൾ പറഞ്ഞില്ലേ കണക്കാണ് പറയാ പ്രയാസം എന്ന് അറിയില്ലേനോ? കണക്കല്ല പ്രയാസം എന്ന് പറഞ്ഞേ. എന്നാൽ ലോകത്ത് ഇന്ന് വരെ ഒരു കുട്ടിയും കണക്കിൽ മാർക്ക് കിട്ടിയിട്ടില്ല ഉണ്ട്. അപ്പൊ കണക്കിനല്ല പ്രശ്നം, ആർക്കാ? നിങ്ങൾക്കാ. കണ്ട, അതുകൊണ്ട് നിങ്ങൾ നന്നാവുകയാണ്. നിങ്ങൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ, ആ സമയത്ത് ഉമ്മ വന്ന് കടയിൽ പോയി മീൻ വാങ്ങുന്ന നിങ്ങൾ പോവുക, നിങ്ങൾ അടക്കുമ്മ എന്നല്ല പറയാ. നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞ മോനെ ഇജ്ജ് പോയിട്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നാണോ വേഗം പോകൂലേ? എന്താ കാരണം? നിങ്ങൾക്ക് പഠനം താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടാവില്ല, ശ്രദ്ധ ഇല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. മനസ്സിലായില്ല? അറ്റൻഷൻ ഉണ്ടാവണം എന്നാണ്. അറ്റൻഷൻ നഷ്ടപ്പെടുമ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെടും. ഏറ്റവും പ്രധാനം എന്താണ്? താല്പര്യം. താല്പര്യം ഉണ്ടായാൽ എന്തുണ്ടാവും? താല്പര്യം ഉണ്ടായാൽ ശ്രദ്ധ ഉണ്ടാവും. ശ്രദ്ധ ഉണ്ടായാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് 2 മാസമാണെങ്കിലും ഇരുന്നു കൊണ്ട് വളരെ മനോഹരമായി ശ്രദ്ധ കൊടുത്ത് പഠിച്ചാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായി ജയിക്കാൻ കഴിയും എന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു. അതെന്തിനാ ചോദിച്ചാൽ, പഠനത്തിൽ അക്കാദമിക്കൽ മേഖലയിൽ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നേടണം. പഠനത്തിൽ മാത്രം ജയിച്ചതുകൊണ്ട് കാര്യമില്ല, ജീവിതത്തിൽ വിജയിക്കാൻ പഠിക്കണം. പഠിക്കണ്ടേ? അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞത് പഠനത്തിലും അക്കാദമിക് മേഖലയിലും എത്താനുള്ള വഴിയാ പറഞ്ഞത്. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞു 100ൽ 100 മാർക്ക് കിട്ടിയ ഒരാള് അയാൾ പഠനത്തിൽ ജയിച്ചു, പക്ഷെ ജീവിതത്തിൽ വിജയിക്കുമോ? ഇല്ല. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ടത് ഒന്നാമത്തത് മനസ്സിന് സന്തോഷം ഉണ്ടാവണം. ലോകത്തെ ഫേമസ് ആയ ആളുകൾ, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയ ഡേൽ കാർണഗി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു. മനസ്സിലായ? ടോൾസ്റ്റോയെ കുറിച്ച് കേട്ടില്ലേ? സ്നേഹത്തെക്കുറിച്ച് കവിതയും സാഹിത്യം എഴുതിയ ആള്. അയാൾ മരിക്കുന്നത് എവിടുന്നാണെന്നറിയോ? റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട്. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും ഇറങ്ങി പോവേണ്ടി വന്നു. സ്നേഹം വീട്ടിൽ കൊടുക്കാൻ കഴിയില്ല, ജീവിതത്തിൽ പരാജയപ്പെട്ടു. പ്രമുഖരായ പല ആളുകളുടെയും ജീവിതം അവസാനം എന്താണ്? പരാജയമായിരുന്നു. അതാണ് ആ സിനിമാ ലോകത്ത് പറഞ്ഞത്. ഡയാന രാജകുമാരി സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു, അല്ലെ ഡൈവോഴ്സായി അല്ലേ? സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു. പ്രശസ്തരായ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്തു. എങ്കിൽ ജീവിത വിജയത്തിന്റെ ഘടകം പഠനത്തിനേക്കാൾ അപ്പുറം പഠിക്കാത്ത ഒരുപാട് ആൾക്കാർ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലേ? എന്താ കാരണം? സൗന്ദര്യമോ സമ്പത്തോ സ്ഥാനമോ ഒന്നും അല്ല ജീവിത വിജയത്തിന്റെ ഘടകം. ജീവിത വിജയത്തിന്റെ ഘടകം ഒന്ന് മനസ്സിന് സന്തോഷമാണ്, അല്ലേ? അതുകൊണ്ട് ജീവിതത്തെ ഏറ്റുമുട്ടാൻ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കാൻ എന്താ വഴി? അതാണ് ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത്. എന്താണ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനെ സ്മരിക്കണം. യെസ്. പക്ഷെ ഭൗതിക ലോകത്തെ ആൾക്കാർക്ക് എന്തില്ല? അവർക്ക് സ്മരണ ഉണ്ടാ? ഇല്ല. അവർ മോട്ടിവേഷൻ കൊടുക്കും. നിങ്ങൾ ഉഷാറാവിടോ, നിങ്ങൾ തലച്ചോറിലേക്ക് അത് കൊടുക്കൂ, നിങ്ങൾ തലച്ചോറിലേക്ക് ഇത് കൊടുക്കൂ, നിങ്ങൾ ബിസിനസ്സുകാരനാവുന്ന ചിന്തിക്കൂ. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞില്ലേന്നാ, അതേ കൊടുക്കും. പക്ഷേ എന്ത് കൊടുക്കുന്നില്ല? ആരുടെ കഴിവ് വേണം? ആരുടെ കഴിവ് വേണോ? അള്ളാഹുവിന്റെ. റെഡി? നിങ്ങൾ എന്തുണ്ടായിട്ടും കാര്യമില്ല, ബിഹേവിയർ, പെരുമാറ്റം ശരിയാവണം. അതുകൊണ്ട് നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാ? ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു പുഞ്ചിരിച്ചു സംസാരിച്ചൂടെ? ഫുള്ള് ചിരിയായി പോറത്, ഒരു പുഞ്ചിരി, മധുരമായി പുഞ്ചിരിക്കണമെന്നാ. ആളുകളോട് മധുരമായി ചിരിക്കണം. അത് മനസ്സൊന്ന് ചിരി വരണമെന്നാ. അത് നാളെ പോയിട്ട് ലഡു ആയിട്ട് ഇങ്ങനെ നടക്കണ്ട. എന്താ? ഡോക്ടർ പറയണോ മധുരമായി പുഞ്ചിരിക്കണമെന്ന്, അതുകൊണ്ട് ലഡു ആയിട്ട് നടക്കണം. നടക്കരുതട്ടാ എന്ന് പറയാം. മനസ്സൊന്ന് ചിരി വരണം. രണ്ടാമത്തതോ, ആളെ കണ്ട പരിചയപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം. വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിലൊക്കെ ചില കുട്ടികളെ കണ്ടാൽ, എത്ര അവരുടെ സ്വഭാവം കണ്ടാൽ എന്താണെന്നറിയോ? വളരെ ആകർഷണീയമായ സ്വഭാവങ്ങൾ അവർ കാണിക്കാറുള്ളത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല ആളാണെങ്കിൽ ബസ്സിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? അയാൾ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ്? ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരൂലേ? ജസ്റ്റ് ചോദിച്ചൂടെ, സർ നിങ്ങൾ എങ്ങോട്ടാ? ഞാൻ ഒളവണ്ണക്കാ. ഞാനും ഒളവണ്ണക്കാണ്. പിന്നെ നിങ്ങളെ പേര്? എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ജോലി? ഞാൻ പോലീസുകാരാണ്. പോലീസുകാരാ? ബേജാറാണ്ട, അയാൾ മഫ്റ്റിയിലാണല്ലോ. പോലീസുകാരന് ഓഫീസിലാണ്ടൊക്കെ, ആർന്നും കൂടെ ഇറങ്ങിയാൽ പോലീസുകാരനൊന്നുമല്ല, നാട്ടുകാരനാ. അപ്പോൾ നിങ്ങൾ എവിടെ? ഞാൻ കോഴിക്കോടാണ്. സംസാരിച്ച് വീട്ടിൽ ആരൊക്കെയുള്ളത് ഒക്കെ ചോദിച്ച്, സാറേ നമ്പർ ഒന്ന്. അങ്ങനെ നമ്മൾ ഇറങ്ങി വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുക. ഹലോ, സാർ അബ്ദുറഹ്മാൻ സാറല്ലേ? അതെ, നേരത്തെ കണ്ട ആ കുട്ടിയാണ്, ഞാൻ സ്കൂൾ 10ാം ക്ലാസ് പഠിക്കുന്നത്. മോനാ? സാറ് വീട്ടിലേക്ക് എത്തിയില്ലേ? സുഖല്ലേ എന്ന് ചോദിക്കാം.
പിറ്റേ ദിവസം ഉണ്ടാവും നിങ്ങളിങ്ങനെ ബൈക്കുമിൽ യാത്ര ചെയ്യുക, 3 ആളെയും വെച്ചിട്ട്. അവിടുത്തെ കൈയട്ടി കുടുങ്ങി. ആരാ? പോലീസുകാരനാ. നോക്കുന്ന സമയത്ത് ആരാ? ഇന്നലെ കണ്ട അബ്ദുറഹ്മാൻ സാറേ പരിചയല്ലേ? ഞാൻ ബസ് കണ്ടില്ലേ, ഫോൺ വിളിച്ചേ. ഓ എന്നാ വിട്ടോ, എത്ര റുപ്യ ലാഭം? 1000 റുപ്യ. നാട്ടിൽ അങ്ങാടിയിലൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള ചലനങ്ങളായിരിക്കണം. ഒച്ചപ്പാടും ബഹളും കൂക്കുളിയാറും. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും പിന്നെ ഇവിടെ ഇരിക്കുന്ന കാണാം, ഓവും പാല് അയമലിങ്ങനെ ഇരിക്കും. 4 ആൾക്കാർ മുന്നിൽ കൂടി പോയാലും മോനാരാന്നറിയോ എടാ ഇതാ. ഇനി 4 ആൾക്കാർ 2 ആടി അടിപൊളിയാണെങ്കിലോ അവിടെ ചെന്നിട്ട് കിടക്കട്ടെ ഉഷാറ് കിടക്കട കൊടുക്കണം. ഇതെന്ത് പണിയാ ചെയ്തത്? ഞാൻ എന്നെ വിളിച്ചില്ലല്ലോ, ഞാനത് പോരില്ലേനോ, എനിക്കാണെങ്കിൽ അടിക്കാൻ മുട്ടിയിരുന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതും നല്ല ശീലങ്ങളല്ല. നല്ല ശീലങ്ങൾ നമ്മൾ സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല ഒരു വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട് ഒരു സുഹൃത്തിന്. ഒന്ന്, കണ്ടാ സലാം പറയാ. അഫ്സുസ് സലാമ ബൈനക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ സലാമിനെ പരത്തണം. ചില ആൾക്കാരുണ്ട് സലാം ഒരു അറ്റാറാ, സലാം അലൈക്കും എന്നിട്ട് ഒരു അതൊരു ബഹുമാനൊക്കെ ഉണ്ട്. ഒരു മുസാഫാത്തൊക്കെ ചെയ്തൂടെ? വിശേഷം ചോദിക്കുക. ഒരാൾ കണ്ടുമുട്ടിയാൽ അയാളോട് വിശേഷം ചോദിക്കണം, പേര് ചോദിക്കണം, വീട്ടുപേര് ചോദിക്കണം, വീട്ടിന്റെ നാട്, അത് വാപ്പന്റെ പേര് ഒക്കെ ചോദിക്കുന്നത് നല്ലതാണ്. പിന്നെ സുഖാന്വേഷണം, എങ്ങനെ ഉണ്ട് ചോദിക്കണം, സുഖമല്ലേ ചോദിക്കണം. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണേന്ന് അറിയൂ ചില ആൾക്കാർ. അങ്ങനെയൊക്കെയുള്ള നല്ല സ്വഭാവ രൂപീകരണത്തെ. രണ്ടാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരാൾ ഒരു സദസ്സിലേക്ക് വന്നാൽ, നിങ്ങളുള്ള സദസ്സിൽ വന്നാൽ അയാൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടാ? നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, 4-5 ആൾക്കാർ കൂടിയിട്ട് ചെക്കന്മാർ, അപ്പം നിങ്ങളുടെ സുഹൃത്ത് അങ്ങനെ കയറി വരുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നുക? വാണ്ടാരടക്കാനും വരാൻ കണ്ടൊരു സാമ്യോ അല്ലേ? നിങ്ങളുടെ മനസ്സ്, നമ്മുടെ മനസ്സ് അത് കല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹൃദയം കല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതല്ല വേണ്ടത്. മോനെ വാ ഇരിക്കി എന്ന് തുറന്ന് മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ. മൂന്നാമത് പറഞ്ഞു, ഇഷ്ടമുള്ള പേരുകൾ വിളിക്കാന്ന്. അയാൾക്കുള്ള ഇഷ്ടമുള്ള പേരുണ്ടാക്കല്ലോ, അത് വിളിക്കണമെന്നാ. പഠനത്തോടൊപ്പം സ്വഭാവവും ജീവിതവും നന്നാക്കി തീർത്താൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാവും. ഇല്ല എങ്കിൽ എപ്പോഴാണ് മരണം പിടികൂടാ എന്നറിയില്ല, എപ്പോഴും എന്തും സംഭവിക്കാം. ഇത്ര സമയത്ത് അല്ലെ ഇന്ന സമയത്താണ് മരണം വരികയെന്നും ആർക്കും പറയാൻ കഴിയില്ല. എങ്കിൽ നോക്കൂ, ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മരണം അദ്ദേഹത്തെ പിടികൂടുന്നത്. നിമിഷം അതേ സ്ഥാനത്ത് ഒരു ഇറക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ അസ്രായിൽ വന്നാൽ 2ാമത്തെ ഗ്ലാസ് കുടിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയും ലോകത്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആ പഠനം നടക്കുന്നതോടൊപ്പം ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റവും കാര്യവുമായി പോകുമ്പോൾ ആ പെരുമാറ്റത്തിലൂടെ നമുക്ക് ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ കഴിയണം. അതിന് ധാർമ്മികമായ ബോധത്തോടു കൂടി, നല്ല പെരുമാറ്റത്തോടു കൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നേറാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിയുന്ന സമയങ്ങളിൽ ഒരു നന്മ, ആരും അറിയാതെ നമുക്കൊരു നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഒരു ഡെപ്പോസിറ്റ് ആയി നമുക്കുണ്ടാവും. അതേ സ്ഥാനത്ത് ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, തെറ്റ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ചെയ്യുകയാണെങ്കിൽ പോലും മറ്റുള്ളവരെ കൂട്ടിയിട്ട് തെറ്റ് ചെയ്യാൻ നിൽക്കരുത്. ചില ആൾക്കാരുണ്ടാവും സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടി കൂട്ടുന്നത്, എങ്കിൽ അവന്റെ കുറ്റം കൂടി ഇയാൾക്ക് പേറേണ്ടി വന്നു, പിന്നെ അവന്റെ മറ്റുള്ളവന്റെ കുറ്റം. അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ ഇവന്റെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അതേ സ്ഥാനത്ത് ഒരു നന്മയ്ക്ക് വേണ്ടി, ഈ പ്രവർത്തനത്തിന് വേണ്ടി, ഇതിനു വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുക, ഫ്ലക്സ് അടിക്കുക, അതുപോലെ എല്ലാ സംവിധാനത്തിനും വേണ്ടി സഹകരിച്ച ഒരുപാടുണ്ടാവും. അതിന് ഓരോ വാചകത്തിലും ചെയ്ത് ഓരോരുത്തർക്കും അവരുടെ ബാങ്കിൽ നല്ല വസ്തുക്കളുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയില്ലേ, ഒരു പൂച്ചയെ കെട്ടിയിട്ട കാരണത്താൽ നരകത്തിലേക്ക്, ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണത്താലോ സ്വർഗത്തിലേക്ക്. വെറും അറിയാത്തൊരു നിസ്സാരമായ, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഒരു നല്ലൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ ലോകത്തെ അവരുടെ സ്വർഗം പോലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദ്യാർത്ഥികളെ നമ്മുടെ ഈ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാന് അവരെ മറ്റുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ, വീട്ടിൽ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മയെയും ഉപ്പയെയും വല്യമ്മയും വല്യപ്പയെയും പ്രായമായവരെയും വലിയവരെയും അതുപോലെ പ്രയാസപ്പെടുന്നവരെയും സഹായിക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായി തീർന്നാൽ തീർച്ചയായും നമ്മളുടെ പഠനത്തിലേക്ക് അത് സഹായകമാകും, ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാക്കി തീർക്കും. അത്തരം ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളെ സഹായിക്കാൻ ഒരാളെ വെക്കുന്നതാണ്.
ഒരാളുടെ പ്രയാസം നീക്കി കൊടുത്താൽ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കൂടി നമ്മുടെ പഠനത്തോടൊപ്പം നടത്തിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതം അത് ഭാസുരമായി ഈ ലോകത്തും പരലോകത്തും വിജയം ഉണ്ടാക്കി തീർക്കുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.